തൃശൂർ അരിമ്പൂർ കൃഷിഭവന്റെയും കോൾ കർഷക സമിതിയുടെയും നേതൃത്വത്തിൽ കർഷക ദിനാചരണം നടത്തി. മുരളി പെരുന്നല്ലി MLA ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് നെയ്ത്ത് കുളങ്ങരയിൽ നിയന്ത്രണം വിട്ട കാർ കിണറിലേക്ക് മറിഞ്ഞു. ചേവായൂർ സ്വദേശി രാധാകൃഷ്ണന്റെ കാറാണ് അപകടത്തിൽപ്പെട്ടത്. വെള്ളിമാടുകുന്ന് അഗ്നിരക്ഷാസേനയെത്തി കാർ യാത്രികനെ രക്ഷപ്പെടുത്തി. തിരുവനന്തപുരം വിതുരയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി. മരിച്ചത് വിനീഷ് അശ്വതി ദമ്പതികളുടെ മകളായ ആത്മജ. അമ്മ വഴക്ക് പറഞ്ഞതിനെ തുടർന്നാണ് ആത്മഹത്യ ചെയ്തതെന്ന പ്രാഥമിക നിഗമനം. അന്താരാഷ്ട്ര സംഘടനയായ ഇൻകോകാർട്ട് സംഘടിപ്പിച്ച ചിത്രരചനാ മത്സരത്തിൽ തൃശൂർ പെരിങ്ങോട്ടുകര സ്വദേശി KS ആത്മിക വെങ്കല മെഡൽ നേടി. മത്സരം നടന്നത് കൊറിയയിലെ ബുസാനിൽ. തൃശൂർ ഹരിശ്രീ വിദ്യാനിധി ഹൈസ്കൂൾ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ആത്മിക. പത്തനംതിട്ട സാറ്റ്വിഷൻ കേബിൾ TV ഉടമയും കേരള വിഷൻ ഓപ്പറേറ്ററുമായ തിരുവല്ല കോട്ടത്തോട് PK കബീർ നിര്യാതനായി. COA മല്ലപ്പള്ളി മേഖലാ കമ്മിറ്റി അംഗമാണ് കബീർ. ഖബറടക്കം തിരുവല്ല തുകലശ്ശേരി ഐക്കാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ. ഞങ്ങൾ വയനാട് ക്യാമ്പയിന്റെ ഭാഗമായി കണ്ണൂർ മുഴക്കുന്ന് മൃദംഗ ശൈലേശ്വരി മേൽശാന്തി കൃഷ്ണദാസ് ഒരു ദിവസത്തെ നടവരവ് നൽകി. മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്ക് DYFI നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ നിർമ്മാണ ചെലവിലേക്കാണ് പണം നൽകിയത്. തൃശൂർ എടവിലങ്ങ് പഞ്ചായത്ത് യോഗത്തിൽ നിന്നും ഭരണപക്ഷ CPI മെമ്പർമാർ ഇറങ്ങിപ്പോയി. CPM അംഗം അപമര്യാദയായി പെരുമാറിയെന്ന ആരോപണം. ഇറങ്ങിപ്പോക്ക് മാലിന്യ ബോർഡ് സ്ഥാപിക്കുന്നതുമായുള്ള തർക്കത്തെ ചൊല്ലി. ആലപ്പുഴ മാന്നാർ കേരള ജേർണലിസ്റ്റ് യൂണിയൻ മേഖലാ സമ്മേളനം നടന്നു. മാന്നാർ ടൗൺ ക്ലബ് ഹാളിൽ നടന്ന സമ്മേളനം KJU ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് വാഹിദ് കാറ്റാനം ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് മാന്നാർ മീഡിയ സെന്റർ അംഗങ്ങളെ അനുമോദിച്ചു. ആലപ്പുഴ ബുധനൂർ ശക്തികുളങ്ങര ദേവീക്ഷേത്രത്തിൽ നിറപുത്തരി മഹോത്സവം ആഘോഷിച്ചു. പൂജയ്ക്ക് ശേഷം ഭക്തർക്ക് കതിർക്കറ്റകൾ പ്രസാദമായി വിതരണം ചെയ്തു. ക്ഷേത്ര മേൽശാന്തി ബ്രഹ്മശ്രീ മഹേശ്വർ പോറ്റി മുഖ്യ കാർമ്മികത്വം വഹിച്ചു.